അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ നമ്മുടെ കയ്യിലുള്ള വിഷയം തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിശാദർക്കിടയിൽ പ്രത്യേകിച്ചും ഷാഫിഈ മദ്ഹബിൻ്റെ പഠിതാക്കൾക്ക് തുഹ്ഫത്തുൽ മുഹ്താജ് ബിശർഹിൽ മിൻഹാജ് എന്നീ ഗ്രന്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിഖ്യാതനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രചിച്ച ഈ ബൃഹത് ഗ്രന്ഥം ഷാഫിഈ മദ്ഹബിൻ്റെ സത്തയും അതിൻ്റെ പണ്ഡിതോചിതമായ ആഴവും ഉൾക്കൊള്ളുന്നുണ്ട്. കേവലം ഒരു വിശദീകരണ ഗ്രന്ഥം എന്നതിനപ്പുറം മദ്ഹബിൻ്റെ നിയമപരമായ നിലപാടുകൾ നിർണ്ണയിക്കുന്നതിൽ നിർണായക ശബ്ദമായി ഈ ഗ്രന്ഥത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കർമ്മശാസ്ത്ര വിഷയത്തിൽ ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് പ്രമുഖരുണ്ട്. എങ്കിലും ഷാഫിഈ മദ്ഹബിൻ്റെ പിൽക്കാല അധികാരികളിൽ ഏറ്റവും പ്രമുഖനായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനിയായി കാണപ്പെടുന്നത് നമ്മുടെ ഈ ഗ്രന്ഥത്തിൻ്റെ ശില്പിയായ മക്കാസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ്. സൂക്ഷ്മമായ ഗവേഷണ പാഠവും വിഷയങ്ങളെ സമഗ്രമായി സമീപിക്കാനുള്ള, അതിനെ സമന്വയിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള വൈദഗ്ധ്യം എന്നിവ അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തുകളിലും പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാം. തുഹ്ഫയുടെ രചനയിലൂടെ അദ്ദേഹം കർമ്മശാസ്ത്ര ലോകത്തിലൊരു വിപ്ലവം സൃഷ്ടിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഓരോന്നും വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥം നിരീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആദ്യമായി തന്നെ ഈ ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഈ ഗ്രന്ഥം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. മിൻഹാജു ത്വാലിബീനിലെ ഓരോ വാചകവും എടുത്ത് അതിന് പിന്നിലുള്ള വിധികൾ, കാരണങ്ങൾ, തെളിവുകൾ, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, മറ്റുള്ള ഇമാമുമാരുടെ അഭിപ്രായങ്ങൾ എന്നിങ്ങനെ സമഗ്രമായി തന്നെ ചർച്ച ചെയ്തിട്ടായി നമുക്ക് കാണാം. തുഹ്ഫയിലെ മിൻഹാജിലെ ഓരോ വാചകവും എടുത്ത് അതിൻ്റെ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളിച്ചു കണ്ടാണ് തുഹ്ഫയിലെ ഓരോ ഇബാറത്തുകളും ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ളത്. ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനങ്ങളും വിശദാംശങ്ങളും അതിൻ്റെ പ്രയോഗവൽക്കരണവും ഒരേ സമയം വിശദീകരണത്തിന് നമുക്ക് ഉതകുന്ന തരത്തിലാണ് അദ്ദേഹം ഓരോ വാചകവും എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഷാഫിഈ മദ്ഹബിലെ ഫത്വകൾക്ക് നൽകപ്പെടുന്ന പരമമായ ആധികാരികത ഈ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. കർമ്മശാസ്ത്രപരമായ സങ്കീർണ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു നോക്കുമ്പോൾ പിൽക്കാലത്ത് ഉയർന്നു വരുന്ന പുതിയ സാഹചര്യങ്ങളിലെ നൂതന വിഷയങ്ങൾ, അതിലെ വിധികൾ എന്നിവയ്ക്കെല്ലാം വ്യക്തമായ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഈ തുഹ്ഫയിൽ നമുക്ക് സമഗ്രമായി തന്നെ ചർച്ച ചെയ്തതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു കാര്യം, ഈ തുഹ്ഫ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ തുഹ്ഫ രചിക്കാനുള്ള ഒരു സംഭവം കൂടി പറയാം. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആദ്യം ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു. ആ ഗ്രന്ഥം കളവ് പോയതിനെ തുടർന്ന്
അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സങ്കടത്തിൽ 10 മാസം കൊണ്ട് എഴുതി തീർത്തതാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞതായിട്ട് കേൾക്കാം, തുഹ്ഫയിലെ ഇബാറത്തുകൾ വളരെ പ്രയാസമുള്ളതായിരിക്കും, അല്ലെങ്കിൽ തുഹ്ഫയുടെ ഇബാറത്ത് പ്രയാസമുള്ളതാകാൻ കാരണം അതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മിൻഹാജു ത്വാലിബീൻ എന്ന ഗ്രന്ഥം എടുത്ത് നോക്കുമ്പോൾ മിൻഹാജു ത്വാലിബീൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുള്ളത് ഏറ്റവും സഹലായ രൂപത്തിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇബാറത്തുകൾ കൊണ്ടുവന്നിട്ടാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുമ്പോൾ അതിനുതകുന്ന തരത്തിൽ ഈ തുഹ്ഫ ഇബാറത്തുകൾ സഹലല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുഹ്ഫത്തുൽ മുഹ്താജിനെ ഷാഫി മദ്ഹബിൽ ഏറ്റവും ഉയർന്ന അവലംബമായി കണക്കാക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മദ്ഹബിൻ്റെ സ്ഥാപകരുടെയും മറ്റ് പണ്ഡിതരുടെയും നിലപാടുകളെ സൂക്ഷ്മമായി വിലയിരുത്തുകൊണ്ട്, ഓരോ പണ്ഡിതരുടെയും നിലപാടുകളെയും അദ്ദേഹം ആ പണ്ഡിതർ പടഞ്ഞു വെച്ചതിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായങ്ങളെ അസ്വഹീഹ്, അൽ ഔജഹ് എന്നിങ്ങനെ വേർതിരിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഗ്രന്ഥം രചിച്ച അതേ കാലയളവിൽ തന്നെ ഇമാം റംലി റളിയല്ലാഹു അൻഹു മറ്റൊരു ഗ്രന്ഥം രചിക്കുന്നുണ്ട്. എങ്കിൽ പോലും തുഹ്ഫ അതിൻ്റെ വ്യാപ്തി കൊണ്ടും ഗവേഷണ പാഠവം കൊണ്ടും വേറിട്ട് തന്നെ നിൽക്കുന്ന ഒന്നാണ്. നമുക്ക് നോക്കുമ്പോൾ പല വിഷയങ്ങളിലും ഇവർ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഇബാറത്തുകൾ തമ്മിലുള്ള നേരിയ വ്യത്യാസങ്ങൾ നമുക്ക് പലയിടത്തും കാണാവുന്നതാണ്. കർമ്മശാസ്ത്രത്തിൽ ആഴത്തിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നിയമപരമായ നിലപാടുകളെ യുക്തിയും സങ്കീർണതയും മനസ്സിലാക്കാൻ മദ്ഹബിലെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ തുഹ്ഫത്തുൽ മുഹ്താജ് ഒരു അനിവാര്യ ഗ്രന്ഥം തന്നെയാണ് എന്ന് ഞാൻ പറയുന്നത്. ഇത് കേവലം നിയമങ്ങൾ പഠിപ്പിക്കുകയല്ല, മറിച്ച് ഇസ്ലാമിക നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമനിർമ്മാണത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് ഒരു മുത്താല ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നു എന്നാണ് പറയേണ്ടത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ മഹത്തായ സംഭാവന ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലവും തിളങ്ങി നിൽക്കുന്ന ഒന്നായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഈ ഗ്രന്ഥം അതിന് ആഴത്തിൽ പഠിക്കാനും എങ്ങനെയൊക്കെ അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം അതിനെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നാം എല്ലാം ഷാഫിഈ മദ്ഹബിൻ്റെ ഓരോ ആളുകളും നമ്മുടെ ഷാഫിഈ മദ്ഹബ് എത്രത്തോളം അനിവാര്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ നാം പ്രയോഗവൽക്കരിക്കണം എന്ന് പറയേണ്ടത് തുഹ്ഫത്തുൽ മുഹ്താജ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മുത്താല ചെയ്യാനും ഇതിനെ പഠിക്കാനും നാം സമയം ചിലവഴിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.